നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാലങ്ങളായുള്ള അടിച്ചമർത്തലിൽ നിന്നുള്ള മോചനമായാണ് സിറിയൻ ജനത വിമതരുടെ ജയത്തെ കാണുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സന്തോഷം എത്രനാൾ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. സിറിയയിൽ നടപ്പായത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും അജണ്ടകൾ തന്നെ. റഷ്യയും ഇറാനും പ്രതിരോധിക്കും എന്ന അവരുടെ കണക്കുകൂട്ടലുകൾ മാത്രമാണ് കുറച്ച് തെറ്റിപ്പോയത്. ഈ തെറ്റിന് ഇനി വലിയ വില സിറിയ എന്ന രാജ്യം മാത്രമല്ല, ഇസ്രയേലും അമേരിക്കയും തന്നെ ഒരുപക്ഷെ കൊടുക്കേണ്ടി വരും. കാരണം സിറിയൻ ഭരണം പിടിച്ച വിമതർ ജയിലുകളിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്നത് കൊടും ഭീകരരെയാണ്. ഇവർ തിരിഞ്ഞുകൊത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പും. തുർക്കി വിമതർക്ക് പിന്തുണ നൽകുന്നതിനോടൊപ്പം തന്നെ അസദിനെ അനുകൂലിക്കുന്ന റഷ്യയെയും ഇറാനിനെയും പിന്തുണയ്ക്കുന്നു എന്നതും വിചിത്രമായ കാര്യമാണ്. സിറിയയിൽ വിമതർ മുന്നേറിയതും അസദിന് രാജ്യം വിട്ടു പോകേണ്ടി വന്നതും റഷ്യയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. തങ്ങൾ ആഗോള ശക്തിയാണെന്നും അതുകൊണ്ട് തന്നെ വിമത നീക്കത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ഒപ്പമുണ്ടെന്നും അസദിനോട് വീമ്പ് പറഞ്ഞ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇത് വലിയ ഒരു തിരിച്ചടി തന്നെ. ഇതേസമയം അൽ അസദിനെ പുറത്താക്കിയതിൽ ലോകത്തെ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അമേരിക്കയും ഇസ്രയേലുമാണ്. അസദിന് കൊടുത്ത പണി വിമതരിൽ നിന്നും തിരിച്ച് മറുപടി കിട്ടുമെന്ന് ഇസ്രയേലിനും ഏതാണ്ട് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഭരണമാറ്റത്തിന് തൊട്ടു പിന്നാലെ തെക്കൻ സിറിയയിലെയും ഡമാസ്കസിലെയും ആയുധ ശേഖരങ്ങൾക്ക് നേരെ വ്യാപകമായ വ്യോമാക്രമണമാണ് നടത്തുന്നത്. ഈ ആയുധങ്ങൾ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കുന്നത് തടയാനാണ് ഇത്തരമൊരു ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നു. എന്നാൽ എത്തേണ്ട ആയുധങ്ങൾ ഇതിനകം തന്നെ വിമതരുടെ കൈവശം എത്തിക്കഴിഞ്ഞു എന്നതും യാഥാർത്ഥ്യം. ഗോലാൻ കുന്നുകളിലെ സിറിയൻ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളുടെ നിയന്ത്രണവും ഇസ്രയേൽ പിടിച്ചെടുത്തു. ഇസ്രയേലിന്റെ സമീപത്തെ 5 പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക്, അതായത് ഒഫാനിയ, കൊനീത്ര, അൽ ഹമീദിയ, അൽ സാംദുനിയ, അൽ ഗർബിയ, ബത്താനിയ എന്നീ പ്രദേശങ്ങളിലുള്ള സിറിയക്കാർ വീടിനുള്ളിൽ തന്നെ തുടരണം എന്നാണ് ഇസ്രയേൽ സൈന്യം ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സിറിയൻ ഭരണകൂടത്തിന്റെ തകർച്ചയെ തുടർന്ന് പ്രദേശത്ത് ഒരു ബഫർ സോൺ സ്ഥാപിക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ നീക്കം. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഇടപെടലിനെ തുടർന്ന് നടക്കാതിരുന്ന സ്വപ്നം സിറിയയിലെ ഭരണമാറ്റത്തിന്റെ പശ്ചാത്തലം മുതലെടുത്ത് അതിവേഗമാണ് ഇസ്രയേൽ നടപ്പാക്കുന്നത്. ഇസ്രയേലും അമേരിക്കയും തുർക്കിയും നൽകിയ പിന്തുണയിലാണ് സിറിയൻ പ്രതിപക്ഷ സേന മിന്നൽ മുന്നേറ്റം നടത്തി ഭരണം പിടിച്ചെടുത്തത്. ഇതേസമയം തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ് സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻബിജ് മേഖലയും പിടിച്ചെടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണയുള്ള കുർദിഷ് സേനയായ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസിന്റെ കയ്യിലുണ്ടായിരുന്ന പ്രദേശമാണ് മൻബിജ്. ഇവിടെ ആശങ്ക ഉയർത്തുന്ന കാര്യം വിമത നേതാക്കൾ പലരും നേരത്തെ അൽ ഖ്വയ്ദ ഉൾപ്പെടെയുള്ള തീവ്രവാദി സംഘടനകളിൽ പ്രവർത്തിച്ചിരുന്നവർ ആയിരുന്നു എന്നതാണ്. പ്രശ്നങ്ങൾ മുതലെടുത്ത് ഐസിസ് പോലുള്ള തീവ്രവാദികൾ വീണ്ടും തലപൊക്കാനും അഫ്ഗാനിസ്ഥാനിലെ പോലെ താലിബാൻ മോഡൽ നടപ്പിലാക്കാനും സാധ്യതയുണ്ടെന്നും പലരും ഭയപ്പെടുന്നുണ്ട്. വിമത നേതാവായ ജുലാനിയും അനുയായികളും ഇപ്പോൾ പറയുന്നത് പുതിയ ഭരണത്തിൽ ജനങ്ങൾക്ക് മേൽ സ്ത്രീകളുടെ നേരെ കർശനമായ വിലക്കുകൾ ഒന്നും കൊണ്ടുവരില്ല എന്നതാണ്. എന്നാൽ ഇത് തീർത്തും വിശ്വസിക്കാൻ കഴിയില്ല എന്നതും യാഥാർത്ഥ്യം. ഇസ്രയേലിന്റെ ഈ ആക്രമണം ഭീകരരെ അധികാരം പിടിക്കാൻ സഹായിച്ചതിന് സ്വന്തം രാജ്യത്ത് ഉയരുന്ന പ്രതിഷേധം തടയാനുള്ള തന്ത്രമായും വിലയിരുത്തപ്പെടുന്നുണ്ട്. 2001 സെപ്റ്റംബർ 11 അമേരിക്കയുടെ ചങ്കു തകർത്ത അതേ ഭീകര പ്രസ്ഥാനത്തിന്റെ പിന്മുറക്കാരാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ മൗനാനുവാദത്തോടെ സിറിയൻ ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. അൽ ഖ്വയ്ദയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട വിമത ഗ്രൂപ്പായ ഹയാ തഹ്രീർ അൽ ഷാം എന്ന HTS ആണ് സിറിയ ഇനി നിയന്ത്രിക്കുക. സിറിയയും റഷ്യയും അമേരിക്കയും ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച സംഘടനയാണ് ഇത് എന്നോർക്കണം. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ, അതായത് ISIS നേതാവായ അബൂബക്കർ അൽ ബാഗ്ദാദിയാണ് HTSന്റെ രൂപീകരണത്തിൽ തന്നെ പ്രധാന പങ്ക് വഹിച്ചിരുന്നത്. സകല തീവ്രവാദ സംഘടനകളും ചേർന്ന ഈ കൂട്ടായ്മ സിറിയ കേന്ദ്രീകരിച്ച് ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നത് ലോകം കാണാനിരിക്കുന്നതേയുള്ളൂ. സിറിയയിൽ വിമത ഭരണകൂടത്തിന് വഴിമരുന്നിട്ട അമേരിക്കയും ഇസ്രയേലും സ്വയം അനുഭവിച്ചുകൊള്ളും എന്നതാണ് റഷ്യയുടെ ഒരു നിലപാട്. റഷ്യയുടെ സൈനിക താവളങ്ങളും 60,000-ഓളം വരുന്ന സൈനികരും ഇപ്പോഴും സിറിയയിലുണ്ട്. അവരവിടെ തുടരുകയും ചെയ്യും. ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും വിമതസേന തയ്യാറായിട്ടില്ല എന്നതും സത്യം. എന്തായാലും കാവൽ പ്രസിഡന്റായ ബൈഡൻ സകല കീഴ്വഴക്കങ്ങളും ലംഘിച്ച് യുക്രൈനിലും സിറിയയിലും കാണിച്ചു കൂട്ടിയതിന് അനുഭവിക്കേണ്ടി വരുന്നത് ട്രംപ് തന്നെ. മലയാളി വാർത്ത ഇൻസൈഡ്.